മോള് കൊണ്ടുപോണ സാധനങ്ങളും പുറത്തുകിട്ടെ. ഹായ് ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മൾ ടൈറ്റിലും തമ്മിലും ഒക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ സൈബന്റെ ബാഗിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ, അതായത് സൈബ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന കുറച്ച് സാധനങ്ങൾ പൊക്കാൻ വേണ്ടി പോവാണെന്നല്ല, ഓൾറെഡി നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഇപ്പം ഒരു ഇൻട്രോ കൊടുക്കാന്ന് വിചാരിച്ചു, അതായിരിക്കും ബെറ്റർ ആവുമെന്ന് വിചാരിച്ച്. ആൻഡ് അതിന്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബന്റെ ബാഗിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കുക, അതേപോലെ തന്നെ കമന്റ് ചെയ്യുക. ആൻഡ് എന്താ പറയാ, അപ്പം വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യട്ടോ, എന്താ സംഭവിക്കാൻ പോണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതേ എന്നത്തെ പോലെ നമ്മൾ ഇതാ സൈബ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. സൈബ വരണം, സൈബ വന്നിട്ട് വേണം എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ എടുക്കാൻ. ആൻഡ് നിങ്ങൾ അവിടെ കണ്ടോ ചെമ്പ്രമല നിൽക്കുന്ന നോക്കിയേ, റെയിൻബോ ഉണ്ടോ? റെയിൻബോ കാണുന്നുണ്ടോ? കാണിച്ചു തരാം കേട്ടോ. നല്ല ശ്രദ്ധിച്ചു നോക്കിട്ടോ, കാണുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. കണ്ടില്ലേ റെയിൻബോ? നല്ല രസമാട്ടോ. വീട്ടിൻ്റെ മുന്നിൽ നിന്നുണ്ടെങ്കിൽ നല്ല സീനിക് ആയിട്ടുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ മോർണിംഗ് എണീക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സൈബ എന്തായാലും വരണം. സൈബ വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സൈബ ക്രോക്സ് ഇട്ടിട്ട് കുട്ടികളൊക്കെ എന്താ പറഞ്ഞേ? ഇത് കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്നാലും കുട്ടികളുടെ കയ്യില് അന്റെ കയ്യിലുള്ള മാതിരി ഓരയിലും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഓരോന്നും പറയണില്ല എന്നോട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങ്. ഇതെന്താ കണ്ണിലെന്താ? ഇതാരാ ഇത്? ഇതെന്താ ഇത്? പുറത്തോട്ടെ, ഇങ്ങോട്ട് വാ, ഉമ്മക്ക് കാണിച്ചോട്ടെ. വാ വാ ഇമ്മ, ഉമ്മ നിങ്ങളിത് കണ്ട? ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാടി. ഇത് നോക്കി, ഇവിടെ കണ്ണു നോക്കി, നോക്കിപ്പാ, നോക്കി. നോക്കാനൊന്നുമില്ല, അല്ല അലമ്പായിണ്. ഇത് ഇങ്ങനെ മദ്രസക്ക് പോലെ. ഇന്നത്തെ നമുക്ക് പൂരി ഉണ്ട്, അതേമാതിരി ഇതെന്താ? ഇതെന്തമ്മ? കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. അന്റെ പ്ലേറ്റ് ആണ് അത്. അതില് തിന്ന്. ഏത്? എന്റെ പ്ലേറ്റ് ഒന്നേ ഉള്ളൂ. ഇപ്പൊക്കത് വേറെ പ്ലേറ്റ് ഇല്ല സൈബ? ഇപ്പൊക്കത് വേറെ പ്ലേറ്റ് ഉണ്ട്. ഇജ്ജ് റെയിൻബോ ഉണ്ടോ? ചെമ്പ്രമല റെയിൻബോ ഉണ്ട്. ഇനി ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. വീഡിയോയിലുണ്ട്. ഇല്ല, വീഡിയോയിലുണ്ട്. ഇജ്ജ് വീഡിയോ കാണുമ്പോ ഇതാക്കാം. റെയിൻബോ കാണണമെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. റെയിൻബോ പിന്നെ ഞാൻ ഓരോട് തന്നെ പറഞ്ഞേ. ഇജ്ജ് റെയിൻബോ ഉണ്ടില്ലല്ലോ, ഞാൻ കണ്ട്. ഇനി രാവിലെ എണീക്കണം റെയിൻബോ കാണണമെങ്കിൽ. കേട്ടോ, ഞാൻ അന്നക്കാട്ടി നേരത്തെ എണീച്ചത്. ഞാൻ എത്ര മണിക്കാ എണീച്ചേ? ഇജ്ജ് 5:30 എണീച്ചേ, ഞാൻ 6:30 എണീച്ച്. ആരെ പറഞ്ഞേ? പോയ സമയമാണ്. മേക്കപ്പാ? പൗഡർ വാങ്ങണേ. പൗഡർ ഒന്നുമില്ല അവൾക്ക്. എന്താണ് ക്രീം വേറെ, ലോഷൻ വേറെ. ആണോ? ബേബി ക്രീം യൂസ് ചെയ്യണല്ലേ? നോട്ടെ കക്ക, നോക്കട്ടെ. മുടി വാരി കൊടുക്കുമ്പോ എന്തിനാണ് ഇങ്ങനെ കുരുത്തക്കേട് കളിക്കുന്നത് സൈബ? ഉമ്മ ഇതെന്താ അമ്മ? അത് കുളിച്ചോണ്ടാണ്. മെഴുക്കിട്ടില്ല? ഉറപ്പാ? വീഡിയോ കാണുന്നവരോടൊന്നും ചോദിച്ചു നോക്കി. ഇടക്ക് ഇങ്ങനെ മെഴുക്ക് ഇട്ടിട്ട് മറ്റേ ഇതുമായിട്ടുണ്ടാവും. ഇത് മുടി തീരെ മുടിയൊക്കെ വന്നോളൂ. മുടി എണ്ണ ഇട്ട് വെച്ചിട്ട് മുടി വരില്ല. ചെമ്പിച്ച കളറുമാണ് മുടി, ചെമ്പിച്ച കളറാ മുടി. അതിനെന്താണ് കറുപ്പ് വേണം നിങ്ങളോട് ആരും പറഞ്ഞോ? സൈബക്ക് ഇഷ്ടമാണോ കറുപ്പ്? കറുപ്പ് മുടിയായ കറുപ്പ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ മുടി നല്ലതാണ്. കളറ് തേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് അല്ലേ സൈബ? നീ
ഇത് 90s വസന്ത കൊണ്ടാണ് ഈ പ്രശ്നം സൈബ. ഈ അനക്ക് ചെറിയൊരു ഇത് പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി. അനക്ക് വല്ല മറ്റേ 20s ആൾക്കാരൊക്കെ കൂടെ ജനിച്ചാൽ മതി, അല്ലെങ്കിൽ 90s ഇത് ലാസ്റ്റ് ഉള്ള ടീമിന്റെ കൂടെ ജനിച്ചാൽ മതി. ഇത് 90s വസന്തങ്ങളെ കൂടെ ജനിച്ച അങ്ങനെ തന്നെ. ഞങ്ങളൊക്കെ പെട്ടുപോയി. നിങ്ങൾ രണ്ടാളൊന്ന് കച്ചവടം ഉണ്ടാക്കാക്കുവോ? ബുക്കൊക്കെ ഉണ്ടോ? ഞാൻ അടുത്ത് തരാം. പുറത്ത് നല്ല മഴ കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കാണ്. സൈബ പുറത്ത് നല്ല മഴ, നോക്കി നോക്ക് നോക്കി നോക്ക്. ഓ നേരത്തെ നമ്മള് ചെമ്പ്രമല അവിടെ ഇങ്ങനെ കണ്ടിണ്ടായിരുന്നു, ഇപ്പൊ കണ്ടില്ല, ഒന്നും കാണുന്നില്ല അല്ലെ സൈബ? റെയിൻബോ ഉണ്ട്, അത് ഞാൻ എനിക്ക് പറഞ്ഞില്ലേ. ഒന്നും കിട്ടുവാ? ഇതെന്താണിത്? ഇതെന്താ? എനിക്കതാ ചോദിക്കാനുള്ളത്. ഇതെന്താ? ഇതൊക്കെ എന്താണ്? ഇതില് മെഴുക്കുണ്ടല്ലോ. പിന്നെ വെള്ളാണ് മോനെ, വെള്ളം തോത്തിട്ട് മര്യാദക്ക് ഇതാക്കിട്ടില്ല. എന്താണ്? ബാഗ് ബാഗ് ചെക്ക് ചെയ്യണം, ബാഗ് ചെക്ക് ചെയ്യണം, ഇന്ന് ചെക്ക് ചെയ്തിട്ട് വിടണം. ബാഗ് നോക്കട്ടെ, ബാഗ് നോക്കട്ടെ. അതെന്താ ബാഗ് നോക്കിയാ എന്താ പ്രശ്നം? ബാഗ് നോക്കിയാൽ എന്താ പ്രശ്നം? ബാഗ് നോക്കിയാൽ എന്താ പ്രശ്നം? ബാഗ് നോക്കട്ടെ, നോക്കട്ടെ. കൊണ്ട ഞങ്ങൾക്ക് നോക്കണം, ഞങ്ങൾക്ക് നോക്കണം. ടീച്ചർ പ്രത്യേകം പറഞ്ഞാണ് എന്റെ ബാഗ് ചെക്ക് ചെയ്യണം. എല്ലാ കുട്ടികളും ബാഗ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. കൊണ്ടടി ബാഗ് ഞാൻ ചെക്ക് ചെയ്തരാ. എന്താണ്? നീ എന്തിനാ പേടിക്കണേ? ബുക്ക് മാത്രല്ലേ ഉള്ളൂ. ബോക്സിൽ എന്താ ഉള്ളേ? പെൻസില്. ഇതെന്തിനാ ഈ ഇതൊക്കെ ഒഴിവാക്കി കൂടെ? എനിക്ക് കൂർപ്പിച്ചതിന്റെ ഒക്കെ ഒന്നുമില്ലല്ലോ. ഇതെന്താ? ഇത് നോക്കിയാട്ടെ. അത് പെൻസില്, റബ്ബർ. ഇതെന്താ? ഇതും പെൻസിലാ? ഇത് ഇന്നലെ വാങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇന്നലെ വാങ്ങിയിട്ടല്ലോ ഇത്. ഇങ്ങോട്ട് വരിയേ, അടക്ക് ഇങ്ങോട്ടിരിക്കേ. ഇത് നോക്കി ഇങ്ങള് ഇങ്ങോട്ട് വരി. നിങ്ങളെ മോള് കൊണ്ടുപോണ സാധനങ്ങൾ നോക്കി. ഇതാ ഇത് മാത്രല്ല, ഞാൻ അടുത്ത് കാണിച്ചതാ. ഇതാ നോക്കിക്കോളി. ഇത് അല്ല, അത് ഇതാ. ഇതൊക്കെ എന്തിനാ സൈബ കൊണ്ടുപോണേ? ചിരിക്കി നോക്കിയട്ടെ. അത് റബ്ബറാണ്. ഇത് ബാക്കിയൊക്കെ തപ്പി ഇങ്ങനെ പോയാൽ ശരിയാവൂല. അതെന്താ? അത് പെൻസില്. ഈ സിബൊക്കെ തുറക്കി, ഈ സിബൊക്കെ തുറക്കി. ഇതെന്താ? ബാഗ് ഇപ്പൊ തന്നെ കേടന്നാ? ബാഗ് ഇപ്പൊ തന്നെ കേടന്നാ? ഇത് കണ്ട ഒറ്റ മിനിറ്റ്. ബാഗ് ഇതാ ഇപ്പൊ തന്നെ കേടന്നാണ്. ബാഗ് എങ്ങനെ ഇവിടെ കേട് വരുന്നത്? ഇപ്പൊ കള്ളത്തരം ചെയ്താലും ഒന്നും മുണ്ടൂല. ബാഗ് എന്നും ചെക്ക് ചെയ്യണല്ലോ. എന്നും കൊണ്ടുപോയിട്ടുണ്ട് സൈബ. അതെന്താ? ഇതൊക്കെ എന്തിനാ കൊണ്ടുപോണേ? ഇതൊന്നും വർക്ക് പോലും ചെയ്യൂ. അത് ലിപ്സ്റ്റിക്, ലിപ് ബാം. ഇന്റെ മോളെ ഇതിൽ നിന്ന് കിട്ടാണ്ടോ? തപ്പിങ്ങൾ ഇത് തോർക്കി. ഇവിടെ ബാഗ് എന്നും ചെക്ക് ചെയ്യാട്ടോ. എന്നും ചെക്ക് ചെയ്തിട്ട് വിട്ടാ മതി. മൂന്നാം ക്ലാസ് വെച്ചിട്ടല്ലേ ഉള്ളൂ. ലിപ് ബാമും ലിപ്സ്റ്റിക് ഒക്കെ എന്തിനാ കൊണ്ടുപോണ സൈബ? ഇതൊക്കെ എവിടുന്നായിട്ട്? ഇതെന്തിനാണ്? ഇത് കളിക്കാനാ? ഇത് വർക്ക് ചെയ്യാത്ത ഫോണാണല്ലോ മോളെ. അത് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞു, അടുത്ത് ഒഴിവാക്കിക്കോളാൻ. കളിക്കാനും വേണ്ടിട്ട് അവിടെ പോയി കളി, സ്കൂളിൽ പോയി കളിയാണല്ലേ ഓള്. വലിയ വെറുതെ ഓൾക്ക് 10 കിട്ടണേ. അമ്മ ഈ കളി കളിച്ചിട്ടാണ്. ഇതിലെന്താണ്ട്? അതുകൊണ്ട് അവർക്ക് 10 കിട്ടണേ. അല്ലെങ്കിൽ 10 20 കിട്ടണ്ടേ? സ്കൂളിലേക്ക് പോകുമ്പോ ഇതൊന്നും കൊണ്ടുവരുത് കേട്ടാ.
ഇത് നോക്കിയാട്ടെ തൊണ്ടി മുതലൂടെ വെക്കി കാണിച്ചു കൊടുക്കട്ടെ ഞാന് കാണിച്ചു കൊടുക്കട്ടെ എന്താണ് അതൊക്കെ കുട്ടികള് സാധാരണ തന്നെയാണ് എന്ത് കൊണ്ടാവണൊക്കെ നിങ്ങള് ചെക്ക് ചെയ്താത്തോണ്ടല്ലേ നമ്മൾ ചെക്ക് ചെയ്യാത്തോണ്ട് അതുകൊണ്ട് ഈ കൊണ്ടുപോകണ ഇനി മേലാല് ബാഗിൽ ഇസ്മായിൽ സാധനങ്ങൾ ഇട്ട് കൊണ്ടുപോയി നോക്കട്ടെ ബോക്സും ബോക്സ് സാധനങ്ങളെല്ലാം ബോക്സ് തന്നെ ഓൾറെഡി ഓൾക്ക് കളിക്കാനുള്ളത് പോട്ടെ ഇത് ഗ്ലാസ് സമയം ബസ് വരും കൺമശി കൺമശി ഇതിനല്ലത് അയ്യോ, കൺമഷി. പിന്നെ ലിബാമ് അതൊക്കെ അന്റെ ലിബാമ് വേറെ ലിബാമ് ലിപ്സ്റ്റിക്ക് പിന്നെ ഇത് ഫോണ് വേറെ ഒന്നും ഉണ്ടായിരുന്നല്ലോ മിണ്ടരുത് ഇജ്ജ് മിണ്ടരുത് ഓക്കെ ഈ മിണ്ടാൻ പാടില്ല ഇതാ കിൻഡർ ജോയിന്റെ ഈ സാധനവും ഇതൊക്കെ എന്തിനാ കൊണ്ടുപോണേ പമ്പരം തൊട്ടി കളിക്കും ടീച്ചർമാര് കണ്ടാൽ പമ്പര കറക്കണമാര് കറക്കും എന്നോട് കൂടിയാ പറഞ്ഞ് എപ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോ ബാഗ് ചെക്ക് ചെയ്തിട്ട് വിട്ടാ മതി വാ ബസ് പോകും വേമ്പ അതാ പിന്നെയും പോയി ലിപ്സ്റ്റിക് ഒന്ന് തൊട്ടു ഇഞ്ഞു വന്നിട് എന്ത് കഷ്ടാണ് അത് നിങ്ങൾ കാണുന്ന വെച്ചിട്ടാവും അതുകൊണ്ടാണ് എടുത്തക്കത്തോള് ഇറങ്ങി 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 ഇല്ലെത്തിയേ ഓക്കെ ടാറ്റ ബൈ ഞങ്ങള് സ്കൂളിൽ പോയി തരാം നടക്ക് നടക്ക് നടക്കടേ ഇവിടെ നിന്നാ മതി സൈബ ചളിയുള്ള നിക്കണ്ട ഇവർക്ക് സൗണ്ട് കൊണ്ടൊന്നും കേക്കുണ്ടാവില്ല അല്ലേ സൈബ അപ്പൊ അതെ നമ്മള് സൈബനെ സ്കൂളിൽ ഇതാക്കണ് ഫസ്റ്റ് എടുക്കാൻ പോവല്ലേ നമ്മള് സൈബ അല്ലേ സൈബ ബസ്സിൽ പോണത് ഇതുവരെ നിങ്ങൾ കണ്ടിണ്ടാവില്ല ബസ്സിൽ പോണത് ഇതുവരെ നിങ്ങൾ കണ്ടിണ്ടാവും ആടി ബസ്സിൽ പോണത് നിങ്ങൾ ഇതുവരെ കണ്ടിണ്ടാവില്ല അപ്പൊ നമ്മൾ അതാണ് ഇന്ന് കാണിക്കാൻ പോണല്ലേ സൈബ ബസ്സിലും കൂടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തും ഇവിടെ നിന്ന് കാണിട്ട് സൈബ അവിടെ നിക്കണ അമ്മനെ വെല്ലു വിളിക്കണ് ഏതാ ലെവല് ആ നാളെ നോക്കിക്കോളി നോക്കിക്കോളി നോക്കിക്കോ മോളെ എന്റെ ബാഗ് ഞങ്ങൾ എന്നും നോക്കൂ ആ നന്നായി സൈബ നോക്ക് രാവിലെ കാക്ക എന്ത് വൃത്തിക്ക് കണ്ടതാ ചെമ്പ്രമല ഇപ്പൊ കാണണേ ഇല്ല ആ അവിടെ തന്നെ സൈബ എനിക്ക് KSRTC പോയാ പോരെ വല്ല ബസ്സിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ എന്ത് അതിന് പോയാലെന്താ നന്നാവില്ല KSRTC ബസ് ഉണ്ട് അതായിരുന്നു NSS ബസ് പോട്ടെ നേരി കേട്ടോ പോയില്ലേ അതിനെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് സമാധാനമായില്ലേ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണാട്ടോ അതുവരേക്കും ബൈ ബൈ